അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു മനുഷ്യനെ ബുദ്ധിയും വിവേകവും വിവേചന ശക്തിയും നൽകി മറ്റു സൃഷ്ടികളെക്കാൾ ആദരിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിൽ വസിപ്പിച്ചത് ശാശ്വതമായ പരലോക ജീവിതത്തിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടാണ് മനുഷ്യൻ പരലോക വിജയത്തിനായി ഈ ഭൂമിയിൽ പ്രയത്നിക്കേണ്ടത്. എന്നാൽ അള്ളാഹു ഇതിനു വേണ്ടി മനുഷ്യനെ നിർബന്ധിക്കുന്നില്ല. മനുഷ്യന് വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യവും ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ പരലോകത്ത് അത്തരക്കാർക്ക് പരാജയമായിരിക്കും ഫലം എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പരലോകത്ത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് പരലോക വിജയം നേടിയവരുടെയും അള്ളാഹുവിനെ ധിക്കരിച്ച് പരലോകത്ത് പരാജയപ്പെടുന്നവരുടെയും പ്രവർത്തനങ്ങൾ പരിശോധിച്ച് വിചാരണ നടത്തി രക്ഷാശിക്ഷകൾ വിധിക്കുന്ന രംഗം ഉണ്ടാവുമെന്ന് ഖുർആനിൽ ആ രംഗം ചിത്രീകരിച്ചുകൊണ്ട് വിശദീകരിക്കുന്ന വിവിധ സന്ദർഭങ്ങളുണ്ട്. ഈ സൂറത്തിൽ ആ രംഗം വിശദീകരിക്കുന്ന ഭാഗം 71, 72 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. യൗമ നദ്ഉ കുല്ല ഉനാസിം ബി ഇമാമിഹിം. ഓരോ ജനവിഭാഗത്തെയും അവരുടെ നേതാവിനൊപ്പം നാം വിളിച്ചു കൂട്ടുന്ന ദിവസം. യൗമ, ആ ദിവസം, നദ്ഉ, നാം വിളിക്കുന്ന, നാം വിളിച്ചു കൂട്ടുന്ന, കുല്ല ഉനാസിൻ, ഓരോ ജനക്കൂട്ടത്തെയും. ഉനാസ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം എന്നാണ്. ബി ഇമാമിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ഇമാമിനൊപ്പം, അവരുടെ നേതാവിനൊപ്പം. അതത് കാലങ്ങളിൽ തങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിലൊക്കെ ജനക്കൂട്ടങ്ങൾ നേതാവായി അംഗീകരിച്ചു പോന്നിരുന്ന, മാതൃകയായി പിൻപറ്റി പോന്ന അവരുടെ നേതാക്കളെയാണ് ഇവിടെ ഇമാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇത് ചിലപ്പോൾ ഓരോ ജനവിഭാഗത്തിൻ്റെയും പ്രവാചകന്മാരാവാം, അല്ലെങ്കിൽ ഓരോ ജനവിഭാഗവും തങ്ങളുടെ ആചാര്യന്മാരായി അതത് കാലത്ത് കൊണ്ടു നടന്ന നേതാക്കന്മാരാകാം. അല്ലെങ്കിൽ ഇമാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർന്ന് പറയാൻ പോകുന്ന അവരുടെ കർമ്മ പുസ്തകം തന്നെ ആവാം. ഏതായാലും പരലോകത്ത് ഓരോ ജനക്കൂട്ടവും അവരുടെ നേതാക്കന്മാരോടൊപ്പമാണ്, അല്ലെങ്കിൽ അവരുടെ കർമ്മ പുസ്തകത്തോടൊപ്പമാണ് വിചാരണക്കായി ഹാജരാക്കപ്പെടുക. അങ്ങനെ വിചാരണ നടന്ന് ഓരോ വ്യക്തിക്കും തങ്ങളുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഫലവും രേഖപ്പെടുത്തിയ ഗ്രന്ഥം, കർമ്മപുസ്തകം നൽകപ്പെടുന്നു. ഫമൻ ഊത്തിയ കിതാബഹു, അപ്പോൾ ആർക്ക് അവൻ്റെ കർമ്മപുസ്തകം ലഭിച്ചുവോ, ബിയമീനിഹി, അവൻ്റെ വലതുഭാഗം കൊണ്ട്, അല്ലെങ്കിൽ വലതു കൈയിൽ. എല്ലാ കർമ്മങ്ങളും ഒന്നും വിടാതെ രേഖപ്പെടുത്തി ക്രോഡീകരിച്ചതിനെയാണ് ഇവിടെ കിതാബ് എന്ന് പറയുന്നത്. അതിനെയാണ് നമുക്കറിയാവുന്ന ഭാഷയിൽ, നമുക്ക് സങ്കല്പിക്കാവുന്ന രീതിയിൽ കർമ്മപുസ്തകം എന്ന് നാം പറയുന്നത്. അത് ഒരു പുസ്തകമായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഏതായാലും വലതുഭാഗത്തുകൂടെ, അല്ലെങ്കിൽ വലതു കൈയിൽ ആർക്കാണ് ഈ കർമ്മരേഖ നൽകുക, വലതുഭാഗത്തുകൂടെ വലതു കൈ കൊണ്ട് തൻ്റെ കർമ്മരേഖ സ്വീകരിക്കുന്നവൻ. യമീൻ എന്നാൽ വലതുഭാഗമാണ്. വലതുഭാഗത്തെ സൗഭാഗ്യത്തിൻ്റെ അടയാളമായും ഇടതുഭാഗത്തെ ദൗർഭാഗ്യത്തിൻ്റെ അടയാളമായും പണ്ടുകാലം തൊട്ട് തന്നെ സങ്കല്പിച്ചു പോരുന്നതാണ്. ഈ അടിസ്ഥാനത്തിൽ ഇവിടെ വലതുഭാഗത്തുകൂടെ ഗ്രന്ഥം സ്വീകരിക്കുന്നവർ സൗഭാഗ്യവാന്മാരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഫ ഉലായിക, അപ്പോൾ അക്കൂട്ടർ, വലതു കൈകളിൽ കർമ്മരേഖ സ്വീകരിച്ചവർ, യഖ്റഊന കിതാബഹും, അവർ അവരുടെ കർമ്മപുസ്തകങ്ങൾ വായിക്കുന്നു. അവർ തങ്ങളുടെ കർമ്മപുസ്തകങ്ങൾ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങുകയും സന്തോഷത്തോടുകൂടി വായിക്കുകയും ചെയ്യുന്നു. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികൾ അധ്യാപകരുടെ കയ്യിൽ നിന്ന് ഉത്തരക്കടലാസ് വാങ്ങുന്നത് എന്തൊരു സന്തോഷത്തോടു കൂടിയായിരിക്കും. അവരതിലുള്ള കാര്യങ്ങളൊക്കെ, തങ്ങൾ എഴുതിയ ഉത്തരങ്ങളും അതിന് കിട്ടിയ മാർക്കുമൊക്കെ ഒത്തുനോക്കി വായിച്ചുകൊണ്ട് സന്തോഷിച്ച് തൃപ്തിപ്പെടും. അതുപോലെ നോക്കുമ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായ പരലോക വിജയം നേടി വിജയിച്ചിരിക്കുന്നു എന്നറിയുന്ന ആളുകൾക്ക് അതിനായി അവർ നേരിട്ട പരീക്ഷയുടെ റിസൾട്ട് രേഖപ്പെടുത്തിയ രേഖകൾ കൈപ്പറ്റുമ്പോൾ എന്തൊരു സന്തോഷത്തോടെയായിരിക്കും അവരത് ഏറ്റുവാങ്ങുകയും വായിച്ചു നോക്കുകയും ചെയ്യുക. വലായുദ്ലമൂന ഫതീല, അവർ ഒട്ടും ആക്രമിക്കപ്പെടുകയില്ല, അവരോട് ഒട്ടും അനീതി കാണിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഫതീൽ എന്നത് ഈത്തപ്പഴത്തിൻ്റെ അകത്തുള്ള ഈത്തപ്പഴക്കുരുവിൻ്റെ ഒരു ഭാഗത്ത് നീളത്തിൽ കാണുന്ന ചെറിയ വെളുത്ത നാരിനാണ് പറയുക.
അതിവിടെ പ്രയോഗിച്ചത് ഒട്ടും, ഒരു തരിമ്പും എന്ന് പറയാനാണ്. ഒട്ടും തന്നെ അവരോട് അനീതി കാണിക്കുകയില്ല എന്നർത്ഥം. അവർ ചെയ്തതിനൊക്കെ അർഹിക്കുന്നതും ഇരട്ടിയും അതിലധികവുമായി പ്രതിഫലം ലഭിക്കും എന്നാണ്. ഒന്നിലും ഒരു കുറവും വരുത്താതെ. വലതുവശത്തുകൂടെ കർമ്മരേഖ സ്വീകരിക്കുന്ന സൗഭാഗ്യവാന്മാരായ അസ്ഹാബുൽ യമീനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എന്നാൽ മറുവശത്ത് ഇടതുഭാഗത്തുകൂടെയോ പിൻഭാഗത്തുകൂടെയോ അപമാനത്തോടുകൂടി തങ്ങളുടെ കർമ്മ പുസ്തകം വാങ്ങേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാരുടെ കാര്യമാണ് തുടർന്ന് പറയുന്നത്. മറ്റു പല സൂറത്തുകളിലും വലതുഭാഗത്തുകൂടെ വാങ്ങുന്നവരെ കുറിച്ച് പറഞ്ഞാൽ ഇടതുഭാഗത്തുകൂടെയോ പിന്നിലൂടെയോ വാങ്ങുന്നവരെ കുറിച്ച് അതിൻ്റെ കൂടെ തന്നെ പറയും. എന്നാൽ ഇവിടെ ഇടതുഭാഗത്തിൻ്റെ ആളുകളെക്കുറിച്ച്, നിർഭാഗ്യവാന്മാരായ ആളുകളെക്കുറിച്ച് പറയുന്നത് മറ്റൊരു ശൈലിയിലാണ്. വമൻ ഖാന ഫീ ഹാദിഹി ആഴ്മ, എന്നാൽ ഇതിൽ അന്ധനായിരുന്നവൻ. ആഴ്മ എന്ന് പറഞ്ഞാൽ അന്ധൻ, കണ്ണു കാണാത്തവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കു നേരെ അന്ധനെപ്പോലെ കഴിഞ്ഞവൻ, അതിനെ അവഗണിച്ച് ജീവിച്ചവൻ, അള്ളാഹുവിൻ്റെ ധർമ്മശാസനകൾ ജീവിതത്തിൽ പകർത്താതെ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചവൻ. ഫഹുവ ഫിൽ ആഖിറത്തി ആഴ്മ, അവൻ അന്ത്യനാളിലും അന്ധനായിരിക്കും. അന്ത്യനാളിലും അവൻ യഥാർത്ഥത്തിൽ കണ്ണു കാണാത്തവനായി പോകും. വഅളല്ലു സബീല, എന്നല്ല അതിനേക്കാൾ വഴിതെറ്റിയ മാർഗത്തിലായിരിക്കും. അന്ത്യനാളിൽ അവൻ അന്ധനെപ്പോലെയല്ല, അതിനേക്കാൾ വഴിയറിയാത്ത അവസ്ഥയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും കിട്ടാതെ മഹാനാശത്തിലും നഷ്ടത്തിലുമായിരിക്കും അവൻ എന്നാണ്. അതാണ് ഈ ലോകത്ത് സത്യധർമ്മങ്ങൾക്ക് നേരെ കണ്ണടച്ചവർക്ക് ഇടതുഭാഗത്തുകൂടെ കർമ്മപുസ്തകം സ്വീകരിക്കേണ്ടി വരുന്നവർക്കുണ്ടാവുന്ന അവസ്ഥ എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.